തിരച്ചിലിൽ ആ ട്രക്കിന്റെ ക്യാബിനിൽ അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ എത്രയും വേഗം അർജുനെ പുറത്തുകൊണ്ടെത്തിച്ച് ആ സമയത്ത് അടിയന്തരമായി സജ്ജീകരിക്കേണ്ട മെഡിക്കൽ സംവിധാനങ്ങൾ മറ്റു സൗകര്യങ്ങളൊക്കെ നാളെ തയ്യാറായിരിക്കുമോ? തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഒരു യോഗം ചേരുകയും ചീഫ് സെക്രട്ടറി അടക്കം ബന്ധപ്പെട്ടവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഏതൊക്കെ തരത്തിലായിരിക്കണം ഇത് ഏകോപിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ആശങ്കയില്ല. ആകെയുള്ള ആശങ്ക പറയുന്നത് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം ആ തരത്തിൽ ഉണ്ടാകാതിരുന്നാൽ, അതായത് നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ പൂർണ്ണമായും പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ ഇടപെടൽ നടത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഡ്രോൺ ബേസ്ഡ് സിസ്റ്റം എത്തുന്നതിന് മുൻപ് തന്നെ ഒരു പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതുവഴി ആ വാഹനം പുറത്തേക്ക് എടുക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മാത്രമാണ് ഏതാണ്ട് ഉച്ചവരെ സമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നുള്ളത് കൂടി ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ താൽക്കാലികമായി ആ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ അത് പുനരാരംഭിക്കുകയും. ശരി, ദീപക് മലയമ്മയും കെ അഭിലാഷുമാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവർ. ഷിരൂരിൽ തന്നെ തുടരുകയാണ്. രാവിലെ 7 മണിയോടെ തന്നെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് ഇരുവരും റിപ്പോർട്ട് ചെയ്യുന്നത്. റോഷ്നി, കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഇപ്പോൾ സൈന്യത്തിനുണ്ട്. സൈന്യം എത്തിയതോടെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രത്തോളം ഊർജിതമായത്. ഈ അർജുൻ്റെ കുടുംബമാണെങ്കിലും നമ്മൾ മീഡിയ ആണെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യവും അത് തന്നെയായിരുന്നു. സൈന്യത്തെ എത്തിച്ച് കാര്യക്ഷമമായ രീതിയിൽ ഒരു തെരച്ചിൽ നടത്തുക. ആദ്യത്തെ ദിവസം ബൽഗാവിൽ നിന്ന് സൈന്യം എത്തിയെങ്കിലും അവരുടെ കയ്യിൽ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ ആധുനികമായ കൂടുതൽ ശേഷിയുള്ള റഡാർ സംവിധാനം എത്തിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ലൊക്കേഷൻ കണ്ടെത്തി. അത് ഈ മൺകൂന ഉള്ള, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തായിരുന്നു ആദ്യ 2 സിഗ്നലുകൾ കിട്ടിയത്. അവിടെ തിരച്ചിൽ നടത്തി അവിടെ ഈ വാഹനമില്ല എന്ന് കണ്ടെത്തി. അതേതോ പാറക്കഷ്ണങ്ങളോ ഇരുമ്പിൻ്റെ അംശമുള്ള മേഖലയായതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ തെളിഞ്ഞു വന്നത്. പിന്നീട് ഈ പുഴയോരത്തായിരുന്നു രണ്ടാമതൊരു സിഗ്നൽ ലഭിച്ചത്. അത് അന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അവിടെയും പക്ഷേ ഈ തിരച്ചിൽ നടത്തിയത് നിരാശയായിരുന്നു ഫലം. പിന്നീടാണ് ഈ എക്സ്കവേറ്ററൊക്കെ എത്തിച്ചുകൊണ്ട് അവിടുത്തെ MLA, കാർവാർ MLAയുടെ തന്നെ ഒരു മേൽനോട്ടത്തിൽ കൂടുതൽ കൃത്യമായ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കുന്നത്. അത് പക്ഷേ ശരിയായ ദിശയിലായിരുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഇന്ന് കിട്ടിയത്. പിന്നെ നാവികസേന ദൗത്യം ഏറ്റെടുക്കുന്നു, പുഴയിലാകമാനം തെരച്ചിൽ നടത്തുന്നു. ഇന്നിപ്പോൾ ലഭിച്ച കൃത്യമായ ഇമേജസ്, നാവികസേന പുറത്തുവിട്ട ഇമേജസിൽ 2 സ്പോട്ടുകൾ കൃത്യമായി അടയാളപ്പെടുന്നുണ്ട്. അതിൽ നേരത്തെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ഈ കരസേനയുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചും ഈ നാവികസേനയുടെ സോണാർ ഉപയോഗിച്ചും ഒരേ സ്ഥലത്ത് സിഗ്നൽ അത് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തിയത്. അതാണ് സത്യത്തിൽ വിജയം കണ്ടതെന്ന് പറയാം, അല്ലേ? അതെ, 2 സ്പോട്ടുകളാണ് നാവികസേന നൽകിയത്. അതിൽ ഒരു സ്പോട്ടിൽ വളരെ കൃത്യമായി നേരത്തെ അരുൺകുമാർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ചില ദ്വാരങ്ങൾ പോലെയുള്ള ഭാഗങ്ങളൊക്കെ, അതായത് കാണുന്നുണ്ടായിരുന്നു. അത് അതിൻ്റെ ഈ ട്രക്കിൻ്റെ ടയറുകൾ ആകാമെന്നാണ് ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ആയാലും ഡിഫൻസ് PRO ആയാലും പറഞ്ഞൊരു കാര്യം. ഈ ട്രക്ക് ചിലപ്പോൾ ചിരിഞ്ഞു കിടക്കുന്ന സാഹചര്യമായിരിക്കാം. അപ്പോൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ മരക്കഷ്ണങ്ങൾ ഏതാണ്ട് 9 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഈ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ വടം പൊട്ടിയിട്ടുണ്ടാകണം. മണ്ണിടിയുന്ന ഒരു ഫോഴ്സിൽ അത് തെന്നി നീങ്ങുമ്പോൾ മരം പൊട്ടി മരങ്ങൾ തെറിച്ചു പോയിട്ടുണ്ടോ, വടം പൊട്ടി മരങ്ങൾ തെറിച്ചു പോയിട്ടുണ്ടാകണം. ഈ ട്രക്ക് നിരങ്ങി വെള്ളത്തിലും വീണു. അതിന് പിന്നാലെ പക്ഷേ 3 തവണ വീണ്ടും 2 തവണ കൂടി, അങ്ങനെ 3 തവണ മണ്ണിടിച്ചിലുണ്ടായെന്നാണ് പറയുന്നത്. ഈ മണ്ണ് ആകമാനം പുഴയിലേക്ക് തള്ളി നീങ്ങി വന്നു. ട്രക്ക് അതിൽ കുടുങ്ങിപ്പോയി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും ഭാരത് ബെൻസിന്റെ ട്രക്കാണെന്ന് SP തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നാളെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിറയെ അവശിഷ്ടങ്ങളും മണ്ണുകളും ഒക്കെ കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു ആഴങ്ങളായിരിക്കും പുഴയുടെ. അപ്പോൾ അത് തന്നെ പ്രയാസകരമാണ്. കാരണം ഇത്തരം അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വേണം ഈ സ്കൂബ ഡൈവേഴ്സിന് അത് ട്രക്കാണോ എന്ന് സ്ഥിരീകരിക്കാൻ. ഈ സിഗ്നലുകളിലും കിട്ടുമ്പോൾ ഇതായിരുന്നു പ്രശ്നം. കാരണം കരയിലാണെങ്കിൽ പോലും റഡാർ സംവിധാനങ്ങളിൽ തെളിയുന്ന ഈ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റുകയാണ്, JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുക. അപ്പോൾ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ കിട്ടുന്നു. ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളൊക്കെയുള്ള മണ്ണ് തന്നെയാണ്. ഈ പാറക്കഷ്ണങ്ങളൊക്കെ ആയിരുന്നു ഒരുപക്ഷെ ഈ സിഗ്നൽ ആയി വന്നത്. അത് ഒരുപക്ഷെ പക്ഷേ എല്ലാം പ്രതീക്ഷ
പ്രതീക്ഷകളായിരുന്നു. എല്ലാം എവിടെയും തെരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ് നമുക്ക് ഏത് അന്വേഷണവും നിർണായകമായൊരു ഘട്ടം തന്നെയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ നാവികസേന തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും അന്ന് ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അന്ന് പെട്ടെന്നൊരു ലൊക്കേറ്റ് ചെയ്യൽ സാധ്യമായിരുന്നില്ല. ഇതിപ്പോൾ കരയിലില്ല എന്ന് ഉറപ്പിച്ച് ഇന്നലെ തന്നെ സൈന്യം കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് പിന്നീട് പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് സോണാർ സംവിധാനം ഉപയോഗിച്ച് കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം നടത്തുമ്പോഴാണ് ഏറെ നിർണായകമായ വിവരം ഇന്ന് ലീഡ് എന്ന് നമുക്ക് പറയാവുന്ന വിവരം കിട്ടുന്നത്. ഇനി ആ ട്രക്ക് വീണ്ടെടുക്കുക എന്നാണ് നിർണായകം. നമുക്കറിയാം ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലമാണ്, റെഡ് അലേർട്ട് ഉള്ള സ്ഥലമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലമാണ്.